Good morning, dear students. Today we are going to see structure of C++. So this is a topic for object-oriented programming of 6th semester Electronics and Communication Engineering of KTU syllabus. Okay, so let's see how to write a simple C++ program. Here 7 steps are given for the structure. The first step is the documentation section. That is, you are writing what the program is for. That is the documentation section and it is optional. Next comes the step 2. That is the preprocessor directives. It includes the link section and the definition section. The third one is global declaration section. That is also optional. In some cases, we do not need this global declaration, but in some cases, we need that. Okay. Fourth one is class declaration or definition. That is how to declare a class and how to define it. Next comes the main section and then beginning. That is after writing this main section, we have to begin that main. Okay. So we have to begin it with the opening bracket and after that object declaration part and accessing the member functions. After doing this, the program will be over. So we have to close the bracket. That is the main section is over, right? So for that, we have to close it. So in today's class, we will see in detail what are each portions of this structure and how to write it. Okay. So let's see one by one. So ആദ്യം നമ്മൾ ഇന്നിവിടെ documentation section എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. Documentation section നിങ്ങൾക്കറിയാം. നിങ്ങളിപ്പോൾ ഒരു program എഴുതി വെച്ചു. You have written a program. Okay. And now today you know, that is when while you are writing you know what is that program. But after few days when the exams are coming, when you take the book for studying, you will forget what is that. So it will be confusing. അതിനു വേണ്ടിയിട്ട് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾക്ക് വേണ്ടി മാത്രമാണ്, എക്സിക്യൂട്ടബിൾ അല്ല. ഇപ്പൊ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് അങ്ങനെ നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ബുക്കിലൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. കമ്പ്യൂട്ടേഴ്സിലായാലും ഓരോ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് ചെയ്യുന്നത്, it is for us, that is who is writing it അല്ലെങ്കിൽ who is using that. ഓക്കെ, അപ്പൊ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ കൊടുക്കുന്നു. അത് നോൺ എക്സിക്യൂട്ടബിൾ ആണ്, വർക്ക് ചെയ്യില്ല, അതാണ് പോയിന്റ്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഈ ഡോക്യുമെന്റേഷൻ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റിന്റെ നേരെ നമുക്ക് വേണമെങ്കിൽ ഇത് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഓൺ സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ മൾട്ടി സ്റ്റേറ്റ്മെന്റ്സ് ഒരു പാരഗ്രാഫ് പോലെ എഴുതണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെന്റ് കണ്ട്, സിംഗിൾ ലൈൻ കമന്റ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 2 ബാക്ക്സ്ലാഷ് കൊടുക്കും. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. C is equal to A plus B. Now we understood that A plus B, that is A and B are added and it is stored in C. പക്ഷെ ഇത് എന്താണ് for a clarification you can write like this. See, ഒരു ബാക്ക്സ്ലാഷ് 2 എടുത്ത ശേഷം store the value of A plus B in C. കണ്ടോ, എനിക്ക് അറിയാൻ പറ്റും, എപ്പോൾ എടുത്തു വെച്ച് നോക്കിയാലും you can understand. അതുകൊണ്ടാണ് ഇത് നോൺ എക്സിക്യൂട്ടബിൾ ആ, പക്ഷെ വർക്ക് ചെയ്യില്ല. ഇറ്റ് ഇസ് ഫോർ ജസ്റ്റ് ദ ക്ലാരിഫിക്കേഷൻ. അതേപോലെ ഗ്രൂപ്പ് ഓഫ് ലൈൻസ് നിങ്ങൾക്ക് ഇടണമെങ്കിൽ see the example here. കണ്ടോ, സോ ഇവിടെ ഒരു ബാക്ക്സ്ലാഷ് കൊടുക്കുക, സ്റ്റാർ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര ലൈൻ വേണോ അത് ഫുൾ എഴുതി എൻഡ് ചെയ്യുമ്പം അഗെയിൻ സ്റ്റാർ ആൻഡ് ബാക്ക്സ്ലാഷ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ വേറെ യൂസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും എഴുതില്ല. നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ഗ്രൂപ്പ്, അത്രേ ഉള്ളൂ. അതാണ് മൾട്ടിപ്പിൾ ലൈൻ കമന്റ്സ്. ഓക്കെ, ദിസ് ഇസ് ഫോർ യുവർ ക്ലാരിഫിക്കേഷൻ. That is for future verification. When you read it അല്ലെങ്കിൽ when you do that, what is that എന്നൊരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സൈഡിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കില്ലേ, അത്രയേ ഉള്ളൂ ഇതിന്റെ യൂസ്. അതാണ് ഡോക്യുമെന്റേഷൻ സെക്ഷൻ. അടുത്തത് ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് പ്രീപ്രോസസർ ഡയറക്റ്റീവ്സ്. പ്രീപ്രോസസർ ഡയറക്റ്റീവ്സിലെ ഫസ്റ്റ് പോർഷൻ ആണ് ലിങ്ക് സെക്ഷൻ. അതിന്റെ സിന്റാക്സ് ആണ് കണ്ടോ, ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ. ഇങ്ങനെയും എഴുതാം. ദ സെയിം തിങ് യു ക്യാൻ റൈറ്റ് ഇൻ ദിസ് വേ ഓൾസോ. സോ ഇതെന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്
നിങ്ങളുടെ ലൈബ്രറിയിൽ C++ ലൈബ്രറിയിൽ കുറച്ച് ഫയൽസ് കിടപ്പുണ്ടാവും. അത് അവിടെ കിടന്നാൽ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ലിങ്ക്ഡ് വിത്ത് ദ പ്രോഗ്രാം വിച്ച് വി ആർ ഡൂയിങ്, റൈറ്റ്? സോ അങ്ങനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ അവരെ നമ്മളുടെ പ്രോഗ്രാമിന്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ലിങ്ക് സെക്ഷൻ അല്ലെങ്കിൽ പ്രീ പ്രോസസ് ഡയറക്റ്റീവ്സ്. അതിന്റെ ഒരു സിൻടാക്സ് ആണ് #include header file. That is, you have to mention the name over here. See this header file. കണ്ടോ, എക്സാമ്പിൾസ് ആണ് conio.h, math.h, അതുപോലെ iostream.h. ഓക്കെ, സോ ഇവർക്ക് എല്ലാവർക്കും ഓരോരോ പർപ്പസ് കാണും. അപ്പൊ അവരുടെ യൂസ് നമ്മളുടെ പ്രോഗ്രാമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ പ്രോസസ് ഡയറക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് ഡെഫിനിഷൻ സെക്ഷൻ ആണ്. നമുക്കറിയാം, നമുക്ക് ചിലപ്പോൾ യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? പൈയുടെ വാല്യൂ 3.14 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ എവിടെയൊക്കെ നമ്മളിപ്പോ മാത്സ് ചെയ്യുന്ന സമയത്ത് വി ആർ യൂസിങ്, നമ്മൾ ഇങ്ങനെയാണ് പൈ എഴുതുന്നത് അല്ലെ? സോ ഇങ്ങനെ ഒരു സിമ്പിൾ നമ്മുടെ കീബോർഡിൽ ഇല്ല. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ്, അപ്പൊ അതുപോലെ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.142 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ, PI എന്ന് പറയുന്ന ഒരു വേരിയബിൾ വെച്ചിട്ട്, ഒരു ഐഡന്റിഫയർ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. That is, wherever you see this PI, automatically the value will be substituted over here. That is, we have defined PI as 3.142. അതാണ് പറഞ്ഞിരുന്നത്. ഇവിടെ 100 is assumed to A. കണ്ടോ, ഇവിടെ അമ്മു എന്നുള്ള പേരാണ് നെയിമിനെ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു ഡെഫിനിഷൻ ആണ്. യു ഹാവ് ഡിഫൈൻഡ് ഇറ്റ്. നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് മുന്നേ യു ഹാവ് ജസ്റ്റ് ഡിഫൈൻഡ് ദാറ്റ്. ഇത് എല്ലായിടത്തും ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ഡെഫിനിഷൻ സെക്ഷൻ നമ്മളുടെ പ്രോഗ്രാമിൽ വരാറുള്ളൂ. ഓക്കെ, അടുത്തത് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ. ഇത് ഞാൻ പറഞ്ഞു ഓപ്ഷണൽ ആണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളൂ. സോ നമുക്ക് ഈ വേർഡ് അറിയാം, ഗ്ലോബൽ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാം എഴുതി തുടങ്ങുന്നതിന് മുന്നേ തന്നെ, ഇഫ് യു ഹാവ് ഡിക്ലെയർഡ് സംതിങ്, ക്ലാസ് എഴുതുന്നതിനും മെയിൻ എഴുതുന്നതിനും ഒക്കെ മുന്നേ, ക്ലാസ് എഴുതുന്നതിന്റെ മുകളിലായിരിക്കും നമ്മൾ ഇത് എഴുതുന്നത്. അതായത് അടുത്ത 4th പോയിന്റ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലായിരിക്കും നമ്മൾ ഇത് ഗ്ലോബൽ എഴുതുന്നത്. ബിക്കോസ് ആ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാം. ആ ഒരു പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാം. സോ ഗ്ലോബൽ പോലെ തന്നെ ലോക്കൽ വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു കേളി ബ്രാക്കറ്റ് ഇവിടെ ഇട്ടു, അതേപോലെ നിങ്ങൾ ഒരു കേളി ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇതിന്റെ ഇടയ്ക്ക് മാത്രമേ അവരുടെ എഫക്റ്റ് വരത്തുള്ളൂ. ഇതാണ് ലോക്കൽ വേരിയബിൾസ്. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ഗ്ലോബലി ഡിക്ലെയർഡ് ആണെങ്കിൽ ആ ഒരു വേരിയബിള് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം, എവിടെ വരെ ഉണ്ടോ ആ പ്രോഗ്രാം, എല്ലായിടത്തും നമുക്കതിനെ യൂസ് ചെയ്യാം. അതിന്റെ സിൻടാക്സ് ആണ്. സിൻടാക്സ് എന്ന് പറഞ്ഞ ഗ്രാമർ ആണ്. That is how to write it. That is, write the data type and then give the values for that. What are they? That is, which variables are acting as the global variables. Okay. So the example on the int a comma b comma c. That is, a, b and c. They are integers and they are acting as the global variables. അതേപോലെ തന്നെ float x, y, z and char, ch, name. അതേപോലെ ഓരോന്നും. ഓക്കെ, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ എഴുതാറുള്ളൂ. Next comes the class declaration and definition. That is, how to declare a class and how to define it. So നമ്മൾ POP versus OOP, അതിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഓബ്ജക്ട്സിനാണ് ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? OOP, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഓബ്ജക്ട്സിലാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ അവിടെ നമ്മൾ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ഒബ്ജക്ട്സിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന ആ ഒരു ടെക്നിക്, അതാണ് ക്ലാസ്. സിമിലർ എലമെന്റ്സിനെ ഒരുമിച്ച്, ഇപ്പൊ നിങ്ങൾ S6 സെമസ്റ്റർ ഇലക്ട്രോണിക്സിലെ സ്റ്റുഡൻസ് ആണ്, അവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ടുഗദർ ആയിട്ട് ഞാനൊരു ക്ലാസിന്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് അതിനൊരു പേര് കൊടുത്തു, 6th സെമസ്റ്റർ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, റൈറ്റ്? സോ അതാണ് ആ ക്ലാസിന്റെ പേര്. So declaration means you are telling it is there. Defining means you are explaining what it is. Adana declaration and definition difference. As a declaration means you are telling it. This class aanu, adinte peru idana, athre ullu.
പക്ഷെ definition means you are opening the, after giving the name and all, you are opening it and then you are writing it, you are explaining it. അതാണ് class definition എന്ന് പറഞ്ഞത്. Okay. After that comes the main section. Class declare ചെയ്തു, classനെ define ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ main portion എഴുതും. So actually main ആണ് ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് C++ന്റെ ക്ലാസ് വെച്ച് എഴുതിയ ഒരു പ്രോഗ്രാം. ഏതായാലും മെയിൻ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യും. മെയിൻ എക്സിക്യൂട്ട് ചെയ്ത ശേഷം അവിടുന്ന് നമ്മൾ ഒരു ഓബ്ജക്റ്റിനെ കാണും. അതിൽ നിന്നുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എത്തിയിട്ട് ക്ലാസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പോകുന്നത്. എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. സോ മെയിൻ സെക്ഷൻ, that is after the class you are writing int main and then you are opening the curly bracket, that is you are starting it. അടുത്ത 6th point ആണ്, 6th step ആണ് beginning of the program. നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ കണ്ടു, മെയിൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. int main എഴുതി നമ്മൾ മെയിൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. You gave that name. Okay. After that മെയിൻ തുടങ്ങി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്യുക. മെയിൻ കഴിഞ്ഞ് കഴിയുമ്പോൾ 7th point അത് എൻഡ് ചെയ്യുക. ഓക്കെ. സോ ഇപ്പം നമ്മൾ മെയിൻ തുടങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ കേളി ബ്രാക്കറ്റ് ഇട്ടാണ് എല്ലായ്പ്പോഴും നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് എഴുതിയിരുന്നു അല്ലെ, പ്രോഗ്രാമിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്ലാസ് എഴുതിയിരുന്നു. ആ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മളൊരു ഓബ്ജക്റ്റിനെ എടുക്കും. ആ ഓബ്ജക്റ്റിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. എത്ര ക്ലാസ്സുകൾ ഉണ്ടോ ആ ക്ലാസ്സുകൾക്കെല്ലാം നമ്മൾ ഓരോരോ ഓബ്ജക്ട്സിനെ ഡിക്ലെയർ ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ ഓബ്ജക്റ്റിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ക്ലാസ്സിനകത്തുള്ള ഫങ്ഷൻസിനെ ആക്സസ് ചെയ്യും. അതാണ് ക്ലാസ്സിനകത്തുള്ള ഫങ്ഷൻസിനെ പറയുന്നത് മെമ്പർ ഫങ്ഷൻസ് എന്നാണ്. സോ ക്ലാസ്സിന്റെ ഉള്ളിലുള്ള മെമ്പർ ഫങ്ഷൻസിനെ ഓബ്ജക്ട്സും ഡോട്ട് ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്ത് നമ്മൾ ആക്സസ് ചെയ്യും, വർക്ക് ചെയ്യും. അതാണ് വർക്ക്ഔട്ട് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഈ ഒരു പോർഷൻ പറഞ്ഞത്. ഓക്കെ. എക്സാമ്പിൾസ് ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് when it is over then close the bracket. So these are the steps of structure. Okay. Now let's see how to write a simple program using class. ഈ എക്സാമ്പിൾ കണ്ടു നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാവും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, write a C++ program to find area of a circle using basic structure of C++ program with classes. Structure, basic structure യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് നമ്മൾ ക്ലാസ് ഉപയോഗിച്ച് ഏരിയ ഓഫ് എ സർക്കിൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ ഒരു C++ പ്രോഗ്രാമാണ്. ആദ്യം നമുക്ക് ആസ് യൂഷ്വൽ അറിയാം, റൈറ്റ് ദ ഡോക്യുമെന്റേഷൻ സെക്ഷൻ. ഇവിടെ സിംഗിൾ ലൈൻ കമന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താണ് ആ ക്വസ്റ്റ്യൻ, അതാണ് ഇവിടെ എയിം ഓഫ് ദ പ്രോഗ്രാം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വി ഹാവ് ടു റൈറ്റ് ദ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. ഓക്കെ. ഹാഷ് ഇൻക്ലൂഡ് iostream.h നമ്മൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ ഇസ് ഹാഷ് ഇൻക്ലൂഡ് conio.h. ദീസ് ആർ ദ ലിങ്ക് സെക്ഷൻസ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു വരുമ്പം ചിലപ്പം ഈ ഒരു സെക്കൻഡ് ലൈനിന് പകരം ഹാഷ് ഇൻക്ലൂഡ് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതാണ് conio.h, അതിന് പകരം യൂസിങ് നെയിം സ്പേസ് std എന്നായിരിക്കും കാണുന്നത്. ഓക്കെ. കൺഫ്യൂഷൻ ആവണ്ട. പ്രോഗ്രാമിൽ കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ലൈൻ ഇങ്ങനെ തന്നെ കൊടുക്കണം. വി ഹാവ് ടു ഗിവ് ഹാഷ് ഇൻക്ലൂഡ് conio.h. ഓക്കെ. സോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ യൂസിങ് നെയിം സ്പേസ് std എന്നായിരിക്കും. ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. അത് തന്നെ പഠിച്ചോളാം ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ സിസ്റ്റത്തിൽ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഏരിയ ഓഫ് എ സർക്കിൾ ആണ്, അപ്പൊ നമുക്കറിയാം പൈ നമുക്ക് വേണം. സോ യു ഹാവ് ഡിഫൈൻഡ് ഇറ്റ്. വേണ്ട എങ്കിൽ നോ നീഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ഇവിടെ ഗ്ലോബൽ ഡിക്ലറേഷൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഐ ഹാവ് ഡിക്ലെയർഡ് r, the variable r as global variable. Okay. So അത് float ആണ്. ഞാൻ അതിനെ നിങ്ങൾക്ക് അറിയാം ഡേറ്റ ടൈപ്പ് നമ്മൾ പഠിച്ചു. So float data type r is a variable name. After that class declaration and definition. അതിനു വേണ്ടി class എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം.
ക്ലാസ്സിന് ഒരു പേര് കൊടുത്തു. എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് സർക്കിൾ എന്ന് പറഞ്ഞിട്ട പേരാണ്. ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്. ഓക്കെ, അത് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. പ്രൈവറ്റ്, ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. വാട്ട് ഇസ് പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക് ആൻഡ് ഓൾ. സോ ഇപ്പൊ നിങ്ങൾ ഇത്രയും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പ്രൈവറ്റ് ആയിട്ട് ഏരിയ, ഓക്കെ, അതൊരു മെമ്പർ ആണ്, ഒരു ഡേറ്റ ആണ്. അതിനെ നിങ്ങൾ ഫ്ലോട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇത് ലോക്കൽ ആണ്. കണ്ടോ, നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമാണ് ഇതിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ലോക്കൽ വേരിയബിൾ. ആഫ്റ്റർ ദാറ്റ് again public is there. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെമ്പർ ഫംഗ്ഷൻ ആണ്. കണ്ടോ, ക്ലാസിന്റെ ഉള്ളിലുള്ള മെമ്പർ ഫംഗ്ഷൻ ആണ് റീഡ്. ദിസ് എ മെമ്പർ ഫംഗ്ഷൻ. കണ്ടോ, ഇവിടെ നമ്മൾ കമന്റ് ലൈൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് ദ റീഡ് ഫംഗ്ഷൻ. റീഡിൽ നിങ്ങൾ റേഡിയസ് വായിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സി ഔട്ട്, എൻ്റർ ദ റേഡിയസ് ആൻഡ് സി ഇൻ ആർ. യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് ആർ. ആഫ്റ്റർ ദാറ്റ്, സോ അത് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. കണ്ടോ, ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു, ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഇതാണ് റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് വേറൊരു ഫംഗ്ഷൻ എടുത്തു, മെമ്പർ ഫംഗ്ഷൻ എടുത്തു, ഡിസ്പ്ലേ. അത് പറഞ്ഞു തരുന്നത് ഇവിടുന്ന് ഇവിടം വരെ. സീ ദിസ്. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഏരിയ ഈസ് ഈക്വൽ ടു pi into r into r. So when this sees this pi, it will go to the definition section and then take the value of pi and substitute 3.142 over here. ഇവിടുന്ന് r എടുക്കും, r ന്റെ വാല്യൂ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. പൈ ആർ സ്ക്വയർ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏരിയ ഇവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് തീർന്നു. സോ ക്ലാസ് തീർന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഒരു സെമി കോളൻ ഇട്ടു. സോ ആഫ്റ്റർ ദാറ്റ് കം ടു ദ മെയിൻ സെക്ഷൻ. ഇൻട് മെയിൻ യു ഹാവ് ടു റൈറ്റ് ആൻഡ് ദെൻ ഓപ്പൺ ദ മെയിൻ പോർഷൻ. സി ക്ലാസ് ഇതാണ്. കണ്ടോ, നമ്മുടെ സർക്കിൾ എന്നല്ലായിരുന്നു ക്ലാസിന്റെ പേര്. ആ ക്ലാസ്സിന് ഞാൻ C1 എന്ന് പറയുന്ന ഓബ്ജക്റ്റിനെ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിന്റാക്സിൽ സ്ട്രക്ചറിൽ കണ്ടിരുന്നു ആക്സസിങ് മെമ്പർ ഫംഗ്ഷൻസ് എന്ന് കണ്ടിരുന്നു അല്ലെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോട്ട് ഓപ്പറേറ്റർ എന്ന് കണ്ടു. അപ്പം സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിന് നിങ്ങൾ അസൈൻ ചെയ്തിരിക്കുന്ന ഓബ്ജക്റ്റ് ആണ് C1. ആ C1ന്റെ യൂസോട് കൂടി, ഹെൽപ്പോട് കൂടി ഡോട്ട് ഓപ്പറേറ്ററും കൂടെ യൂസ് ചെയ്ത് യു ഹാവ് മെൻഷൻഡ് ദിസ് റീഡ്. കണ്ടോ, റീഡ് നമ്മളുടെ ഒരു മെമ്പർ ഫംഗ്ഷൻ ആണ്. ആ മെമ്പർ ഫംഗ്ഷനെ നിങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷനെ നമ്മൾ കൊണ്ടുവന്നു. പ്രോഗ്രാം തീർന്നു. ഓക്കെ, സോ ദിസ് ഇസ് എ വേ ഹൗ ടു റൈറ്റ് എ ക്ലാസ് പ്രോഗ്രാം. മനസ്സിലായോ? സോ നമ്മൾ ക്ലാസ് കീവേഡ് എഴുതി, ക്ലാസ്സിന് പേര് കൊടുത്ത ശേഷം ആ ക്ലാസ്സിൽ എന്തൊക്കെ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ അവരെ എല്ലാവരെയും നമ്മളിവിടെ മെൻഷൻ ചെയ്തു. നിങ്ങൾ ആദ്യമേ റേഡിയസിന്റെ വാല്യൂ നിങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു, ഏരിയ പ്രിന്റ് ചെയ്തു. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കമ്പൈലർ ഫസ്റ്റ് ഗോസ് ടു മെയിൻ സെക്ഷൻ ആൻഡ് see this. ഇത് കാണുമ്പം it will understand that circle is a class and C1 is the object of that class. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ 6th സെമിസ്റ്റർ ഇലക്ട്രോണിക്സിലെ കുട്ടികളാണ്. അത് ഫുള്ള് നിങ്ങൾ ഒരു ക്ലാസ് S6 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പേര് കൊടുത്ത് വിട്ടിട്ടുണ്ട്. അതിലെ ഓരോ കുട്ടിയും ഓരോ ഓബ്ജക്ട്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആ ഓബ്ജക്റ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ക്ലാസ് വിൽ കം വിത്ത് ദാറ്റ്. അതല്ലേ, അതിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഫുൾ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെ സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിന് C1 is ഓബ്ജക്റ്റ്. C1ഉം ഓബ്ജക്റ്റും ആ ഡോട്ട് ഓപ്പറേറ്ററിന്റെയും ഹെൽപ്പിൽ നമ്മൾ മെമ്പർ ഫംഗ്ഷൻസിനെ രണ്ടിനെ ആക്സസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോഗ്രാം ക്ലോസ് ചെയ്തു. സോ ദിസ് ഇസ് എ വേ ഹൗ ടു റൈറ്റ് a simple program using class. Okay, hope it is clear for you. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പഠിച്ച ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്നൊക്കെയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെയും അത് ക്ലിയർ ആവും. അപ്പോൾ അവിടെ പ്രൈവറ്റ്, പബ്ലിക്, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ആക്സസ് സ്പെസിഫയേഴ്സ് ഒക്കെ ഞാൻ അന്നേരം ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.